പത്തനംതിട്ട അടൂർ KSRTC സ്റ്റാൻഡിലാണ് വയോധികയായ സ്ത്രീക്ക് മർദ്ദനമേറ്റിരിക്കുന്നത്. KSRTC ജീവനക്കാരൻ ആർ വേണു, താൽക്കാലിക സെക്യൂരിറ്റി ചുമതലയുള്ള വേണുവാണ് മർദ്ദിച്ചത്. ഇപ്പോൾ നമ്മളോട് പത്മാവതി, ആന്ധ്ര സ്വദേശി, ആന്ധ്ര ചേരുന്നുണ്ട്. വേദന ഉണ്ടോ? അടി കിട്ടിയ വേദന കണ്ണാർದಂತೆ പൈസ ആടുತ್ತೆ. दर्द बहुत है. बस स्टैंड में കാലിലാണോ അടിച്ചത്? കാൽ വേദനയുണ്ട്. എവിടെ കാണിച്ചു? വേദന കാണിച്ചു. വേദനയുണ്ടല്ലേ? എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? तो बहुत दर्द होता. उधर क्या क्या हुआ है वो सीधा सीधा बता देना. वो वहाँ गया, पैसा तो पूछा इसने, पैसा पूछा, वो देता रहा. ये इधर से जाओ के पट के मार के चले गया. അതായത് ചേട്ടാ, ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവരിവിടെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് ഭിക്ഷാടനം നടത്തുന്നതാണ്. പക്ഷേ ഇതിനു മുമ്പ് 2 തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിട്ടും ഇത് വന്നതിൻ്റെ അകത്ത് ഇന്ന് അദ്ദേഹത്തിന് ഈ പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്ന് പറയുന്നത് വന്ന് മാറാൻ പറഞ്ഞു. ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മാറാൻ കണ്ണാണാൻ വയ്യാത്ത വ്യക്തിയാണല്ലോ, മാറാൻ അതിൻ്റേതായ ടൈം എടുത്തു. അപ്പോഴത്തേക്ക് വീണ്ടും അയാൾ വന്ന് മർദ്ദിക്കുകയാണ് ചെയ്തത്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഞാനവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹവും. ബാക്കി അദ്ദേഹം ടോബി അല്ലേ? ടോബി, സംഭവം കണ്ട ആളാണ്. എന്താണ് സംഭവിച്ചത്? സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ആൾക്കാരാണ്. ഇടയ്ക്കൊന്ന് നമ്മൾ പൈസയൊക്കെ കൊടുക്കാറുള്ള ആൾക്കാരാണ്. എന്നാൽ ഇന്നാണെങ്കിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അവിടെ ഇവരൊന്ന് പൈസ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരൻ വന്നിട്ട് ഇവരടുത്ത് പോകാൻ പറയുകയും, ഇവർ കണ്ണ് കാണാത്ത മനുഷ്യനാണിത്. അപ്പോൾ കണ്ണ് കാണാത്ത മനുഷ്യനെ കൊണ്ട് പോകാനുള്ള ടൈം എടുത്ത സമയത്ത് ഇങ്ങനെ വലിയൊരു ചൂരിൽ വടിയും കൊണ്ട് വന്നിട്ട് മുട്ടിന് മേളിലോട്ട് കയറി മർദ്ദിക്കുകയാണ് ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു വിഷയം കൂടില്ലേ, അടൂർ KSRTC സ്റ്റാൻഡിൽ പോലീസിന്റെ അഭാവമില്ലേ? അതുകൊണ്ട് പോലീസ് പെട്രോളിംഗ് ഇല്ല അവിടെ. പോലീസ് പെട്രോളിംഗ് ഇല്ല. നമ്മൾ ഞാൻ തന്നെ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഒരു 10 മിനിറ്റ് ലേറ്റായി വന്ന വണ്ടിയിലാണ് വന്നത്. ഞങ്ങൾ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു 2-2.5 കിലോമീറ്റർ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് അവിടെ എത്താൻ 2.5 കിലോമീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. ആ സമയത്ത് 2.5 കിലോമീറ്റർ ഇങ്ങനെ വനിതയ്ക്കൊരു പ്രോബ്ലം ഉണ്ടായെന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം, ഒരു വനിതയാണ് വിളിച്ച് പറയുന്നത് അവിടെ അറിയിക്കുന്നത്. അതിനുശേഷം പോലും അവിടെ പോലീസ് എത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒരു 20-25 മിനിറ്റിന് ശേഷമാണ് അവിടെ എത്തിയത്. ഇങ്ങനൊരു സംഭവം നടന്ന് അവിടെ ഒരു പബ്ലിക് പ്ലേസാണ്, ഗവൺമെൻറ് സ്ഥാപനമാണ്. അവിടെ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ഒരു സേഫ്റ്റി ഉള്ളത്? ബ്ലൈൻഡ് ആണ് അല്ലേ? അപ്പോൾ എന്നിട്ട് പോലീസ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നടപടി സ്വീകരിച്ചില്ല. അല്ല, അവരെ എടുക്കാനായിട്ട് പോയാണ്. അപ്പോഴത്തേക്ക് ഞങ്ങളായിട്ട് കൊണ്ടുവരാം. കാരണം അതിൻ്റെ അകത്ത് വെച്ച് അനുരഞ്ജനത്തിനോ അതിനുള്ള മാർഗ്ഗങ്ങളൊന്നും ഉണ്ടാവരുന്ന് വെച്ചിട്ടാണ് ഞങ്ങളായിട്ട് കൊണ്ടുവന്നത്. ചോദിച്ചപ്പോൾ ഞങ്ങളത് പറഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങളെ മർദ്ദിക്കുമെന്നാണ് അവർ പറയുന്നത്. KSRTC ഞങ്ങളെ മർദ്ദിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ കൂടെ നമ്മളെ മർദ്ദിക്കുമെന്നാണ് പറയുന്നത്. അത് ഞങ്ങളെന്ന് ഉദ്ദേശിച്ച് ഞങ്ങളുടെ ആ സമയത്ത് ജോലിക്ക് പോകാനായിട്ട് വന്നിറങ്ങിയ 2 സ്ത്രീകളുണ്ടായിരുന്നു, അവരെ മർദ്ദിക്കുമെന്നാണ് പറയുന്നത്. ഒരു ഭയങ്കര തിട്ടൂരമായ ഒരു നിലപാടാണ് KSRTC സ്റ്റാൻഡിൽ എടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ സ്ത്രീയെ കാണാം, ഈ ചേട്ടനെ കാണാം. ചേട്ടൻ്റെ പേര് അന്നയ്യ നായക്. അദ്ദേഹത്തിന് വയോധികയായ അവരെ ഭിക്ഷാടനം നടത്താൻ KSRTC സ്റ്റാൻഡിനുള്ളിൽ അനുമതിയില്ല എങ്കിൽ അത് പോലീസിനെ വിളിച്ച് അവരെ പുറത്താക്കാം, അല്ലെങ്കിൽ വളരെ മാനുഷികമായി പരിഗണന നൽകിക്കൊണ്ട് പുറത്താക്കാം. അത്തരം നടപടിയിലേക്ക് കിടക്കാതെ സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നെ വടി ഉപയോഗിച്ച് ഒരു സ്ത്രീയെ മർദ്ദിക്കുന്ന ഒട്ടും ശരിയായ നടപടിയല്ല. ഈ വിഷയത്തിലാണ് വലിയ പ്രതിഷേധം. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും അടൂർ പോലീസ് സംഭവ സ്ഥലത്തില്ല എന്നുള്ള സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അത് കൃത്യമായി പെട്രോളിംഗ് നടത്തുന്നില്ല എന്ന് അടൂരിലെ KSRTC ജീവനക്കാർ ഉൾപ്പെടെ നമ്മളോട് പറയുന്നുമുണ്ട്. ഇതാണ് ആ പ്രധാനപ്പെട്ട വിഷയം എന്നത്. ഇതിനകത്തൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ അവിടുത്തെ സ്ത്രീക്ക് സൗജന്യമായിട്ടുള്ള യാത്രയുടെ ഒരു ഉദ്ഘാടനം അവിടെ നടക്കുന്നുണ്ട്. ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ ചില കൗൺസിലർമാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. ആ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവർക്ക് ഞങ്ങൾ അവിടെ നിന്ന് പ്രതിഷേധിച്ച ഞങ്ങളെല്ലാവരെയും കൂടെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്. അവിടെ MLA സ്ഥലത്ത് എത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം എത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്
ഇടവിൽ നിന്ന് ഞങ്ങൾ ഇത് കാര്യങ്ങൾ നീക്കുപോക്കാക്കണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ മാറ്റണമെന്നുള്ളൊരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. കേസ് എടുക്കുന്നവരെ ഓക്കെ, അത് MLA പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ല. ഇല്ല, MLA അവിടെ എത്തിയിട്ടില്ലായിരുന്നു. MLA എത്തുന്നതിന് മുമ്പ് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി. ഇതവിടെ ഒരു പ്രശ്നമാവുന്ന ഇങ്ങനെ ഒരു ദിവസമായതുകൊണ്ട് അവിടെ പ്രശ്നമാവുന്നതിന് മുമ്പ് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു അവിടെ നിന്ന്. പ്രിയദർശിനി ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്ന ദിവസമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയം നിങ്ങളെ ഞങ്ങളെ മാറ്റുവാണ് ആള്. ഞങ്ങളെ പേര് കേസ് കൊടുക്കുന്ന തന്നെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങളവിടെ മാന്യമായിട്ട് ഇപ്പോൾ സംസാരിച്ചതിന് ഞങ്ങളെ വീഡിയോ പോലീസുകാർ വന്നുകൊണ്ടെങ്കിൽ ഞങ്ങളുടെ പോലീസുകാരല്ല അവിടുത്തെ KSRTC ജീവനക്കാർ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നു. സെക്യൂരിറ്റി ക്യാമറ ഉണ്ട്. നമ്മുടെ അതായത് പേടിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇങ്ങനെ എൻ്റെ അമ്മയുള്ള പ്രായമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഞങ്ങളത് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണെന്ന് പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ? സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് നടക്കുന്ന സ്ത്രീ ആ ദിവസം തന്നെ ഒരു സ്ത്രീയെ മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര ഒരു KSRTC ഇന്ന് സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തുന്ന ദിവസം തന്നെയാണ് ആന്ധ്ര സ്വദേശിയായ പത്മാവതിക്ക് മർദ്ദനമേൽക്കുന്നതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പ്രതിഷേധിക്കേണ്ട വിഷയം കൂടിയാണ്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.